വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം പലർക്കും പരിചിതമാകും. എന്നാലും ഞാൻ പറയുന്നു, പാലക്കാട് ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയ കോട്ട. ഞാൻ 7ൽ പഠിക്കുമ്പോഴാണ് ടിപ്പു സുൽത്താന്റെ ഈ കോട്ട കാണാൻ വന്നത്. അന്ന് ഇത്രയും വികസനം ഇല്ലാട്ടാ. ഈ കിടങ്ങ് കണ്ടില്ല, കിടങ്ങിന്റെ ചുറ്റും ഇപ്പോൾ കൈവരിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് വേറൊരു രീതിയായിരുന്നു. അന്ന് ഇത്രയും പ്രാധാന്യം ഇന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറി. അപ്പൊ നമുക്ക് ഈ കോട്ടയുടെ മറ്റു ഭാഗങ്ങളൊക്കെ ഇനി തുടർന്ന് കാണാം. നമ്മളിപ്പോ കോട്ടയുടെ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ ഒരു 2-3 വാച്ച് ടവറുകൾ കാണാണ്ട്. അതുപോലെ വാച്ച് ടവറിന്റെ മുമ്പിലായിരുന്നു അവര് ചെറിയ രീതിയിൽ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പൂക്കളൊക്കെ ആയിട്ട്. മൊത്തത്തില് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടാ. കോട്ടയിലേക്കുള്ള പ്രവേശന കവാടം ആദ്യകാലത്ത് ഇതുപോലെ അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് തുടർന്ന് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. നമ്മള് കിടങ്ങിലേക്ക് നോക്കിയ സമയത്ത് ആമകളെ മാത്രമായിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മള് കോട്ടയുടെ ഉള്ളിൽ കയറുന്ന ആ പാലത്തിനോട് നിന്നപ്പോഴാണ് ഇത്രയൊക്കെ അധികം മീനുകൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് ട്ടാ. അതുപോലെ തന്നെ കുറെ ആമകളുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവരിങ്ങനെ ഒരു കൂട്ടത്തോടെയാണ് നടക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇവിടെ പിന്നെ പിടിക്കാൻ സമ്മതിക്കാത്ത കാരണമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. പിന്നെ മീനുകളെ കണ്ടിട്ട് തോന്നുന്നത് ഫിലോപ്പിയ അങ്ങനത്തെ ഒരു വർഗത്തിൽപ്പെട്ട മീനാണെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയാണ്. ഈ പച്ച കളറ് വെള്ളാണേ. അപ്പൊ അടിപൊളിയാണ് ഈ മീനുകളും ആമകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. നമ്മളിങ്ങനെ കുറെ ആൾക്കാര് ഈ ടിക്കറ്റ് എടുക്കാണ്ട് ഇങ്ങനെ പോണത്, കോട്ടയുടെ ഉള്ളിലേക്ക് പോണത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ നമുക്ക് മനസ്സിലായില്ല. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ഒരു ഹനുമാന്റെ അമ്പലം ഉണ്ട്, അവിടെ തൊഴാൻ വേണ്ടി വരുന്നവരാണ് നമുക്ക് ഈ അമ്പലം കണ്ടപ്പോഴാണ് ട്ടോ നമുക്ക് മനസ്സിലായത്. നമുക്ക് അമ്പലത്തിന്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവര് പറഞ്ഞു ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കരുത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതിന്റെ വലതുവശത്തായിട്ടാണ് അമ്പലം. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. അവിടെയാണ് സെക്യൂരിറ്റി ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ സ്കാൻ ചെയ്യും നമ്മുടെ ടിക്കറ്റ്. എന്നിട്ടാണ് നമ്മളതിനെ അകത്തേക്ക് വിടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളുടെ ടിക്കറ്റ് ഒക്കെ സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പോയത് വാച്ച് ടവറുകളൊക്കെ കാണാനായിട്ടാണ് കേട്ടോ. നമ്മളപ്പോ ആദ്യത്തെ വാച്ച് ടവറിലേക്ക് കയറി. ഇവിടെ കയറി കഴിഞ്ഞാൽ 2 വാച്ച് ടവർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് വലത് സൈഡിലും ഒന്ന് ഇടത് സൈഡിലായിട്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ മുകളിൽ നിന്ന് അമ്പലത്തിന്റെ വ്യൂ വരുന്നത്. ഒരുപാട് പേര് അമ്പലത്തിലേക്ക് തൊഴാൻ മാത്രമായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ കാണുന്നതാണ് ആദ്യത്തെ ടവർ. ഇത് കഴിഞ്ഞിട്ട് 2ാമത്തെ ടവർ ഉണ്ട് ഇടതുവശത്ത്. നമ്മൾ അതാണ് ആദ്യം കാണാൻ പോയത്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നിരീക്ഷണ ടവറുകളാന്ന് തോന്നുന്നു കേട്ടാ. എതിരാളികൾ ആരെല്ലാം വരുന്നുണ്ടെന്ന് നോക്കാനുള്ള ടവറുകളായിരിക്കാം. ഇനി ചിലപ്പോ ഈ പീരങ്കി വെക്കാൻ ഒരു സ്ഥലമുണ്ട്, അതാണോന്ന് അറിയില്ല. അത് ഇങ്ങനെയെല്ലാം തോന്നുന്നുണ്ട് കേട്ടാ. എന്തായാലും നമുക്കൊന്ന് ബാക്കി കാഴ്ചകൾ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നല്ല വെള്ളമാണ് കിടങ്ങില്ല. ആ ഭാഗം നമുക്ക് തുറന്നു തന്നിട്ടില്ല. എന്താന്ന് അറിയില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഞാൻ വരണ ആ ഓർമ്മ ഒരു നേരിയൊരു നീർച്ചാല് പോലെ കാണുള്ളൂന്ന് അറിയും. അത്രയുള്ള ഓർമ്മ. അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്നതാ, പെരുവല്ലൂർ സ്കൂളിൽ. അന്ന് വന്ന് കോട്ട കണ്ടു, പിന്നെ മലമ്പുഴ ഡാം കണ്ടു. രാത്രി ഡാം ശനി ഞായറും ഡാമിലെ വിളക്കുകളൊക്കെ തെളിച്ച് നല്ല കാഴ്ച. കിടങ്ങ് കോട്ടയുടെ 4 വശമുള്ള കാരണം എവിടെ നോക്കിയാലും കിടങ്ങ് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ബാക്ക് വശത്തെ വാച്ച് ടവറിലൂടെയൊക്കെ നോക്കുമ്പോൾ ബാക്ക് വശമൊക്കെ
ക്ലീനിങ് ഇല്ല, റിനോവേഷൻ നടക്കുന്നു തോന്നുന്നുണ്ട്. കാരണം കിടങ്ങിന് ചുറ്റും നടക്കാനുള്ള നടവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ തുറന്ന് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടാ. അന്ന് ഞാനൊക്കെ പോണ കാലത്ത് ശരിക്കും ഒരാഴ്ച കോട്ടയത്തെ പ്രതാപകാലമാണ്. കാരണം കിടങ്ങെല്ലാം ഇത്രയും ജനങ്ങളെ വന്നു പോണ ഒരു സീസൺ അല്ലായിരുന്നു. നമ്മളിനി അടുത്ത വാച്ച് ടവറിലേക്കാണ് പോണത്. ഇവിടെ നമ്മൾ 2 വാച്ച് ടവറുകളാണ് ട്ടോ കണ്ടത്. അപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഓരോ വാച്ച് ടവറിലേക്കും. നമ്മൾ ആദ്യം കയറിയ 2-3 വാച്ച് ടവറാരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നീട് കയറിയതിലൊക്കെ കമിതാക്കളാണ്. കുടയും ചൂടിയിട്ട് കുട മറിച്ചിട്ട് അവരെ മുഖം ആരും കാണാതിരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്റെ കാഴ്ചപ്പാടിൽ ഇത് കമിതാക്കൾക്ക് വന്നിരിക്കാൻ ഒരു ഇടമായിട്ട് ഗവൺമെന്റ് തുറന്നു കൊടുക്കുന്നു. ഒരു പേടിയോ ഒന്നുമില്ല അവർക്ക്. ആര് കണ്ടാലും അവർക്കൊരു വിഷമമില്ല. നമ്മുടെ വിഷമം ഫാമിലി ആയിട്ട് ഇത് പോയിട്ടൊക്കെ ഈ വാച്ച് ടവർ കാണാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ നാണക്കേടായി. ഒരു വീഡിയോ ഒന്നും ശരിക്കെടുക്കാൻ പറ്റില്ല. കാരണം ഇവരെ കണ്ടിട്ട് ഇനി ഇവര് മുഖ്യതർക്ക് കേസ് കൊടുക്കുക വല്ലതും ചെയ്ത് നമ്മൾ വിട്ടുപോകില്ല. മൊത്തത്തിൽ ഇതൊരു സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെല്ലാം കണ്ടതാണ്. കാരണം ഇതിന്റെ പ്രതാപകാലത്ത് ഇതില് എല്ലാ ഗവൺമെന്റ് ഓഫീസുകളും ഉണ്ടായി. ഞാൻ 7ാം ക്ലാസ്സിൽ ഏകദേശം 10-40 വർഷം മുന്നേ വന്നിരുന്നു. അന്ന് എല്ലാ ഗവൺമെന്റ് ഓഫീസുകളും, ഇന്ന് എല്ലാ കെട്ടിടങ്ങളും ജീർണാവസ്ഥയിലാണ്. ബാത്റൂം വെച്ചാൽ പറയണ്ട, വൃത്തി എന്ന് പറഞ്ഞില്ല. ഇത് മുഴുവനും കാട് പിടിച്ചെടുക്കുന്നു. വെറുതെ ജനങ്ങളെ കയ്യിൽ നിന്ന് 30 രൂപ മേടിച്ചിട്ട് കുറച്ച് വാച്ച് ടവർ കാണിക്കാൻ വേണ്ടി വെച്ച് എന്തിനാ തുറന്നേക്കുന്നത്? ഇത് അടച്ചുപൂട്ടി വിടാ. ഈ കമിതാക്കൾക്ക് വേണ്ടി മാത്രം തുറന്നേക്കണോ? എനിക്കിത് ഗവൺമെന്റിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അമ്യൂസ്മെന്റ് പാർക്കുകളോ അല്ലെങ്കിൽ ഈ വാട്ടർ തീം പാർക്കുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പോയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ആളുകളാണ്. നമ്മളെക്ക് ഇഷ്ടം ഈ മനകള്, അതുപോലെ പൗരാണിക നിർമ്മിതികള്, മധുരപ്പള്ളി, അങ്ങനെയുള്ള സീനറികള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഏത് ടവറിന്റെ ഉള്ളിൽ പോയാലും ഒരുപാട് ചേട്ടന്മാര് ചേച്ചിമാര് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കൊടയും പിടിച്ചിട്ട്. പിന്നെ നീറ്റോ കാര്യങ്ങളോ ഒന്നല്ല. അങ്ങനെ നമ്മള് എല്ലാ ടവറുകളും കണ്ട് താഴത്തേക്ക് ഇറങ്ങിട്ടാ. അപ്പൊ അവിടെ ഒരു മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു കുളം ഉണ്ട്. ഈ കുളം കണ്ട ഒരു പ്രത്യേക ഒരു രീതിയിലുള്ള ഒരു കുളമാണ്. നല്ല ഷേപ്പ് ഒക്കെ ആയിട്ടാ. അങ്ങനെ കുളത്തിന്റെ അവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ കുറെ ബിൽഡിങ്സ് കാണാനില്ലേ. അതൊക്കെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ജീർണാവസ്ഥയിലായിട്ട് ഇരിക്കണ കുറെ ബിൽഡിങ്സ് ആണ് കേട്ടാ. ഇപ്പൊ നമ്മൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ കുറെ ഇരിപ്പിടങ്ങളുണ്ട്. അതൊക്കെയും കേടായിട്ട് തന്നെയാട്ടെ ഇരിക്കണേ.
ഇതാണ് കുളത്തിന്റെ ഒരു അടുത്ത് നിന്നുള്ള ഒരു വ്യൂ ട്ടാ. ഇതിങ്ങനെ നേരെ പോയിട്ട് പിന്നെ ഒരു സമചതുരത്തിലാണ് ഈ കുളം വരുന്നത് ട്ടാ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പല അഭിപ്രായങ്ങളും നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. എന്തായാലും ഇതിന് പരിഹാരം കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം വരും. അതുവരെ എല്ലാവർക്കും ബൈ.